ദേഹി ദേഹി മേ മൂഢത്വം സംഹര ദേവി ത്രാഹി മാം ശരണാഗതം. ആദ്യമേ തന്നെ എൻ്റെ സർവ്വവിധ സങ്കല്പങ്ങളും യാതൊരു ശക്തിയാണോ നമ്മെ അജ്ഞതയിൽ നിന്ന് അറിവിലേക്കും അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കും അടിമത്തത്തിൽ നിന്നുന്നതിയിലേക്കും നയിക്കുന്നത്, ആ ശക്തിയുടെ പ്രതീകമായ ഭാരതീയ ഗുരുപരമ്പരയുടെ പാതാരവിന്ദങ്ങളിലും അതുപോലെ ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ ഊർജ സ്രോതസ്സായി വിലസുന്ന അമ്മ ദൈവത്തിൻ്റെ പാതാരവിന്ദങ്ങളിലും പൂജാപുഷ്പങ്ങൾ എന്നോണം അർപ്പിച്ചുകൊള്ളട്ടെ. സമാദരണീയരായ ഗുരുജനങ്ങളെ, സ്നേഹം നിറഞ്ഞ അമ്മമാരെ, സഹോദരിമാരെ, ഭാവി രാജ്യത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കാൻ കെൽപ്പുള്ള ഈ കൊച്ചു ഗ്രാമത്തിലെ ചിന്തിക്കുന്ന, വായിക്കുന്ന, പഠിക്കുന്ന, അറിയാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥിനികളെ, യുവതീ യുവാക്കളെ, ദമ്പതികളെ, രക്ഷിതാക്കളെ, മക്കൾക്ക് ജന്മം നൽകാൻ ഭാഗ്യം സിദ്ധിച്ച പ്രത്യേകിച്ചിട്ടുള്ള രക്ഷിതാക്കളെ, ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രിവര്യരെ, അർച്ചകരെ, കമ്മിറ്റിയുടെ കർമ്മോത്സകരായ സാരഥികളെ, നല്ലവരായ നാട്ടുകാരെ, നമസ്കാരം. നമുക്കറിയാം, എണ്ണിയാൽ ഒടുങ്ങാത്ത കാലത്തിനപ്പുറത്ത് നിന്ന് ഈ ധർമ്മത്തിൻ്റെ ആചരണം തുടങ്ങി വെച്ച് വാൽമീകിയായാലും കശ്യപനായാലും പരാശരനായാലും അത്രിയായാലും അവരൊക്കെ ഈ ധർമ്മം ആചരിച്ച് വിജയിപ്പിച്ച് പുരാണ കാലഘട്ടത്തിലൂടെ അത് കടന്നു വന്ന് ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീരാമചന്ദ്ര ഭഗവാനും ആഞ്ജനേയ സ്വാമികളുമൊക്കെ അത് ആചരിച്ച് വിജയിപ്പിച്ച് ആധുനിക കാലഘട്ടം എത്തുമ്പോഴേക്ക് അത് ഏറ്റുവാങ്ങിയത് അയ്യാസ്വാമികളും വൈകുണ്ഠസ്വാമികളും ചട്ടമ്പി സ്വാമികളും നാരായണ ഗുരുദേവനും ചിന്മയാനന്ദ സ്വാമികളും ഒക്കെ. ആ ധർമ്മം ആചരിച്ച് വിജയിപ്പിച്ച ആ കൈത്തിരി നമുക്ക് തന്നത് നാം ഏറ്റുവാങ്ങി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിതം ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മണ്ഡലകാലത്തിൽ ഭാരതത്തിൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ എന്ന് പറയുന്ന അതിബൃഹത്തായ പ്രശസ്തായ അതിപുരാതനമായി കോവിലകത്തിൻ്റെ സാന്നിധ്യത്തിലുള്ള ഊർജകേന്ദ്രമായ ചാമുണ്ടാദേവിയുടെ കൊച്ചു മുറ്റത്ത് നമ്മൾ ഒരു പറ്റം ഭക്തജനങ്ങൾ സമാന ചിന്താഗതിയോടെ ഒരു വിഷയത്തെപ്പറ്റി, ലളിതമായ ഒരു വിഷയത്തെപ്പറ്റി ആലോചിക്കാനും അവലോകനം ചെയ്യാനും പരസ്പരം മനസ്സിലാക്കാനും ഇരുന്നത് വിഷയം സൗഹൃദം. പേടിച്ചു പോയാ ഇല്ല. അതെന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങ് അടിച്ച് പറഞ്ഞാൽ തരും ഈവനെന്തോ കുറച്ച് വിവരമുണ്ട്, അല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ടെന്നറിയാം. ഇയാളിലൊന്നും അറിയില്ല. സപ്താഹത്തിന് പോയിന്, സത്രത്തിൽ പോയിന്, അത്ര അടിപൊളിയായി. എനിക്കെന്താ മനസ്സിലായിന്? എനിക്ക് മനസ്സിലായത് 5 നേരം ഭക്ഷണം കിട്ടി, ഉപ്പുമാവ്, പഴം അടിച്ച് മാറ്റി. ഭാഗവതത്തിൻ്റെ സത്രത്തിൻ്റെ സത്ത എന്താ മനസ്സിലായത്? ആരോടേക്കും. പരീക്ഷത്തിൻ്റെ സൗഹൃദം എന്താ? അമ്മ. അടിപൊളിയാ സപ്താഹാചാര്യൻ. കാരണം എന്താ? സംസ്കൃതം കരതരാമലകം പോലെ സംസ്കൃതം അടിച്ചു പോലും. എന്താ നിനക്ക് തിരിഞ്ഞൊന്നും തിരിഞ്ഞു അറിയുക. ശ്രദ്ധിക്കണേ, അറിയുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. 2 മനസ്സിൽ ആവുക, അതാ സൗഹൃദം. ഇപ്പം മനസ്സിൽ ആക്കിയിട്ട് വേണം ഇവിടുന്ന് പോകാൻ. എന്തെങ്കിലും കുറച്ച് മനസ്സിൽ ആക്കിയിട്ട് പോകണം. ആ മനസ്സിൽ ആയി കിട്ടിയാലുണ്ടല്ലോ പിന്നെ നമ്മൾക്ക് വിടാൻ കഴിയില്ല. അതിങ്ങനെ തേട്ടി വരും. മനസ്സിൽ എടിങ്ങും കൊടുത്താൽ ഈ സാധനത്തെപ്പറ്റി പിന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പം സൗഹൃദം എന്ന് പറയുന്ന സാധനം കിട്ടണ്ടെങ്കിലുള്ള ഏറ്റവും പ്രത്യേകത എന്താ പറയുക? നമുക്ക് വിദ്വേഷമോ വെറുപ്പോ കുറയണം. ഇപ്പോൾ സൗഹൃദം കിട്ടും. സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ 2 ഒന്ന് വിദ്വേഷം, അടുത്തത് വെറുപ്പ്. പിന്നെ അതിൻ്റെ കുറേ മക്കളും മരുമക്കളെല്ലാം ഉണ്ട്. കുനിഷ്ട്, അസൂയ, ഇങ്ങനത്തെ ചെറിയ നെഗറ്റീവ് താവഴികളുണ്ടാവും. ആ താവഴികളാണ് ഈ സൗഹൃദത്തിൻ്റെ ശത്രുക്കൾ. സൗഹൃദം കിട്ടിയാലുള്ള ഗുണം എന്താണെന്നറിയോ? സന്തോഷം ഉണ്ടാവും, ഹാപ്പിനെസ്, സുഖം. ഈ സൗഹൃദം ഏതിനോടൊക്കെ ഉണ്ടാക്കണ്ടേ? അവിടെയാണ് നമ്മൾ ഓരോ പോയിന്റ് പറഞ്ഞിട്ട് അങ്ങോട്ട് നിർത്താം. അപ്പം മനസ്സിലാവും, സൗഹൃദം ഉണ്ടാക്കേണ്ടതല്ല, അത് ഉണ്ടാവേണ്ടതാണ്. ഉണ്ടാക്കാൻ പോകണ്ട. സൗഹൃദം ഉണ്ടാക്കാൻ പോയാൽ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പോകാൻ, മലബാർ ട്രെയിനിൽ പോകാൻ നമ്മൾ 4 ആൾ കയറിയിട്ട് ഇവിടെ സീറ്റ് കിട്ടിയിരുന്നു. 3 ആൾക്ക് ഒരാൾ അടുപ്പിച്ചു. അതിൻ്റെ ഒന്നിച്ച് 4 ആൾ. നമ്മൾ മുമ്പിൽ 3 ആൾ ഇരുന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാം ഒന്നിച്ച് കാണുന്ന ആൾക്കാരാണ്. പിന്നെന്താ പറയേണ്ടത്? എല്ലാം ഒരാൾ നിറച്ചും ഭക്ഷണവും വാങ്ങി ഞാൻ കൊടുത്തിട്ടില്ല, പക്ഷെ അയാൾ തന്നെ വാങ്ങി. പക്ഷെ മുമ്പിൽ 3 ആളെ കാണുന്നുണ്ട്, മോശമില്ല. അപ്പോൾ അതിലിടക്ക് ഏകദേശം തലശ്ശേരി എത്തിയപ്പോൾ അന്ന് എടുക്കയാൾ, ഞാനാണ് എടുക്കരുത്. ഞാൻ എടുക്കയാളോട് ചോദിച്ചു, എവിടെയാ പോകുന്നതെന്ന് ചോദിച്ചു. എവിടെയാ പോകുന്നത്? ഇത് തെറ്റിച്ചിട്ട് നിങ്ങൾ വേറെ ഒരു പണിയില്ല നിങ്ങൾക്ക് ചോദിച്ചു. ഞാൻ എവിടെയാ പോകുന്നതെന്ന് ചോദിച്ചത് ഒന്ന് പരിചയപ്പെട്ട് തുടങ്ങാനാണ്.
15 കൊല്ലം മുമ്പേ നിങ്ങളൊരു ട്രെയിൻ യാത്ര തിരിച്ചു വരുമ്പോഴേക്കും ഒരു 10 സുഹൃത്തുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ബസ്സിലെ യാത്രയിൽ നിങ്ങൾ ഒരുപാട് സൗഹൃദം കിട്ടിയിട്ടുണ്ടാവാം. ഇന്ന് ബുദ്ധിമുട്ടാണ്. ട്രെയിൻ യാത്രയിൽ നിങ്ങൾക്ക് ഒരു സുഹൃത്തിനെയും കിട്ടില്ല. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹമില്ല. അതെന്തുകൊണ്ട് ആഗ്രഹമില്ലാത്തെന്നറിയോ? സൗഹൃദം കുറഞ്ഞു വരിക. അപ്പം നമുക്ക് സൗഹൃദം കിട്ടണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ മിനുക്കുപണി എടുക്കണം. അപ്പോൾ സൗഹൃദം നമുക്ക് കിട്ടും. പുതിയ ഒരു 5 ആളെ ഈ ആഴ്ച പരിചയപ്പെട്ടു നമ്മൾ ഇല്ല. കാരണം എന്താ? എവിടെയും പോയിനാ ഇല്ല. പിന്നെ ആരെങ്കിലും ഫോൺ ചെയ്തിനാ? ഫോൺ ഇഷ്ടംപോലെ സൗഹൃദം കിട്ടുന്നുണ്ട്. ഏത്? എയർടെല്ലിൻ്റെ പരസ്യം. ഹലോ, നിങ്ങൾ തന്നെയാ? ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും? ഞാൻ വിളിച്ചാൽ നിങ്ങൾക്ക് ആ പ്രശ്നം വരെയൊക്കെ പ്രശ്നം. ഇങ്ങനെയുള്ള സൗഹൃദം കിട്ടുന്നുള്ളൂ. നമുക്ക് ഏതെങ്കിലും ഒരു സൗഹൃദം കിട്ടിയാലും വിഷമാണ്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക, ദയവേദിച്ച് ഇപ്പം പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുകയും കമ്പലി സ്കൂളിൻ്റെ 82 ബാച്ചിന് ഞാനും അന്നത്തെ ബാച്ചായതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് പ്രസംഗിക്കുകയും ചെയ്യും. അപ്പം ഞാനന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. കൂടാളിയിലെ സൗഹൃദത്തിന് ഞാൻ പോയി, പയ്യന്നൂർ വിളിച്ചു പോയി. സൗഹൃദം എല്ലായിടത്തും പൂർവ്വ വിദ്യാർത്ഥി സംഘമാണ്. പക്ഷേ പുതിയൊരു ചരിത്രം കണക്ക് കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. IG ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് എല്ലാ SP മാർക്കും. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് പെർമിറ്റ് കൊടുക്കുന്നില്ല ഇപ്പോൾ. എന്താ കാരണം എന്നറിയോ? 2852 ആളുകൾ പൂർവ്വ വിദ്യാർത്ഥികൾ ഒളിച്ചോടിപ്പോയി കേരളത്തിൽ. 82 ബാച്ചായിട്ട് ഇപ്പം കാണുന്നു സാവിത്രിയും പത്മനാഭനും. അപ്പോൾ ഈ ജീവിതമെല്ലാം പോയിനി, എല്ലാം സാറ്റിസ്ഫൈഡ് അല്ല നിന്ന്. അപ്പോൾ നീ പഴയ പോലെ, നീയും പഴയ പോലെയല്ല. നീ സാധനം ഉള്ളതുകൊണ്ട് ഗുഡ് മോർണിംഗ് അയക്കും 3 മണിക്കെല്ലാം രാത്രി. ശ്രദ്ധിക്കണേ, 2858. അപ്പോൾ എന്താ സൗഹൃദം? പറ. പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്നുണ്ട്. സൗഹൃദം എന്താ? ഇതിനൊന്നും എതിര് പറഞ്ഞല്ല. ഇനി ഇത് കൂട്ടിച്ചേർക്കണ്ടെന്ന് പറഞ്ഞൊന്നും പറയണ്ട. ശ്രദ്ധിക്കണം. നാറാത്ത് സ്കൂളിലെ 7ാം ക്ലാസ്സിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അന്ന് 18 കുട്ടികളുണ്ടായി. ഒരു പുള്ളി എന്നോട് പറഞ്ഞു നമുക്ക് സംഘടിപ്പിക്കണം 7ാം ക്ലാസ്സിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘം. ശരി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു എടോ വേണ്ടാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു എന്നാൽ 18 കുട്ടികളുണ്ടായി, അതിൽ 12 ആളും വെച്ചു. ഇനി 6 ആളേ ഉള്ളൂ. അനുശോചനം അറിയിക്കാനേ സമയം ഉണ്ടാവില്ല. അപ്പോൾ 12 മണിയാവും വിട്ട്. അപ്പം നമ്മുടെ സൗഹൃദം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞെന്തെന്നറിയോ? മറ്റൊന്നും തെറ്റല്ലേ. ഈ സൗഹൃദത്തിന് ഒരു വരമ്പുണ്ട്. ആ സാധനം പിടിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പം നമ്മളൊന്ന് മെല്ലെ കടത്തിക്കൊണ്ടുപോയാട്ടെ. സൗഹൃദം എന്നാൽ നോക്കണേ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്നേഹബന്ധം. ഫ്രണ്ട്ഷിപ്പുമായി വ്യത്യാസം ഉണ്ടായിന്. ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന സ്നേഹബന്ധത്തെയാണ് സൗഹൃദം എന്ന് പറയാം. ഒരു പരിചയം കിട്ടിയാൽ ആ പരിചയം നമ്മൾ ഒഴുക്കുകയാണ്. എങ്ങനെ? അതിങ്ങനെ നിരന്തരം ആ ബന്ധം നിലനിൽക്കുമ്പോൾ അതെന്തെങ്കിലും ഹെൽപ്ഫുൾ ആവും. ഇതിനെയാണ് നമ്മൾ സൗഹൃദം. ആടെ വയസ്സില്ല. 8 വയസ്സുകാരൻ 80കാരൻ്റെ സൗഹൃദത്തിലെത്തും. ശ്രദ്ധിക്കണം, ആ സൗഹൃദമാണ് പ്രധാനം. ഇപ്പോൾ 8 വയസ്സുകാരി 80 വയസ്സുകാരൻ്റെ വീട്ടിൽ പോയി അപ്പൂപ്പനുമായിട്ട് വളരെയധികം സൗഹൃദത്തിലായി. ഇപ്പോൾ അപ്പൂപ്പൻ ജയിലിലാണ്. കേരളത്തിൽ അടിച്ചിട്ട് അവൻ്റെ വള്ളി കഴിക്കണം. കാരണം എന്താ വെച്ചാൽ സൗഹൃദത്തിന് ആ കുട്ടിക്കൊന്നും അറിയില്ല. കുട്ടി സൗഹൃദത്തിനാ പോണേ. പക്ഷെ ഇയാളെ സൗഹൃദം എത്തിപ്പോയേ മലയാളിയോടാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. മലയാളിയോട് ഇത് പറഞ്ഞു കൊടുക്കും. മലയാളിക്ക് വല്ലാതെ സൗഹൃദം പൊളിച്ചു കളിക്കും. ഗ്ലാസിൻ്റെ പാത്രം വരുന്ന കാർഡ്ബോർഡ് ബോക്സ് പോലെയാ സൗഹൃദം. ഹാൻഡിൽ വിത്ത് കെയർ. ഗ്ലാസ് ഈസ് ഇൻസൈഡ്. ഇതിൻ്റെ ഉള്ളിൽ ഗ്ലാസ്സാണ്. സൗഹൃദം പൊളിഞ്ഞു പോയാൽ പിന്നെ നമ്മളെ ഭാഗത്ത് നോക്കില്ല. ശ്രദ്ധിക്കണം. നമ്മൾ ഇതിനെ കാണുന്ന രീതി പോലെയാ ഇതിൻ്റെ വളർച്ച സൗഹൃദത്തിൻ്റെ. നമ്മളെ അപ്രോച്ച് ശ്രദ്ധിക്കണം. അപ്രോച്ച് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മളെ സമീപനം പോലെ ആ സൗഹൃദം വിജയിക്കാം, അല്ലേ വിജയിക്കില്ല. ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒരു സ്കൂളിൽ ടീച്ചർ ഒരു തീരുമാനമെടുത്തു. കൃഷ്ണൻ്റെ ചിത്രം വരയ്ക്കുക, ചിത്രരചനാ മത്സരം. ടീച്ചർ വിചാരിച്ച 5-6 കുട്ടികളെ പങ്കെടുക്കുന്നു. നോട്ടീസ് ബോർഡിൽ ഇട്ടു കൃഷ്ണൻ്റെ ചിത്രം വരയ്ക്കുക. അതിൽ ഫസ്റ്റ് കിട്ടുന്ന കുട്ടിക്ക് 5000 രൂപയും ട്രോഫിയാണ്. രണ്ടാമത്തേത് 2000 രൂപ, മൂന്നാമത്തെ 1000 രൂപ നോട്ടീസ് ബോർഡിൽ ഇട്ടു. ടീച്ചർ വിചാരിച്ച് കൃഷ്ണനെ വരയ്ക്കാൻ അറിയുന്ന പിള്ളേർ കുറവല്ലേ, ആരും ഉണ്ടാവില്ല. നോക്കുമ്പോൾ 300 ചില്ലറ കുട്ടികൾ പങ്കെടുത്താണ് മത്സരത്തിൽ. ഇത്ര അട്ടിയുണ്ട് ചിത്രം. ടീച്ചർ ഒരു ജഡ്ജേ ഉള്ളൂ, ഹെഡ് ടീച്ചർ. ടീച്ചർ ഇതെല്ലാം എടുത്തിട്ട് ആടെ കൊണ്ടുവച്ച് മുറിയിൽ
ടീച്ചർ പറഞ്ഞു അയ്യോ 3 സമ്മാനം വേണ്ട, ഒറ്റ സമ്മാനമേ വേണ്ടു. കാരണം ഇതത്രയും വൈകുന്നേരം ആകുമ്പോഴേക്ക് നോക്കി തീർക്കാൻ പറ്റുമോ? ഒന്നിങ്ങ് വലിച്ച് അതിന് കൊടുക്കാൻ തീരുമാനിച്ചു. ഏതായാലും സാരമില്ല. ആ ഒന്നിങ്ങ് വലിച്ചു നോക്കുമ്പോൾ ടീച്ചർ ഞെട്ടിപ്പോയത് ഒരു കറുത്ത കുട്ടീൻ്റെ ചിത്രം. എന്നിട്ടിങ്ങനെ എന്തോ കടിക്കുന്നു. ടീച്ചറെ ബുദ്ധി അങ്ങ് വളർന്നില്ലേ. ടീച്ചർ ഉടനെ വേദനിച്ചിട്ട് എഴുതി വെച്ചു. എന്താണെന്നറിയോ, ഇവൻ അതികായനായ ചിത്രകാരനായി മാറും. ഡാവിഞ്ചിയിലും വയിൽ നിൽക്കണം. കാരണം ആദിവാസി ബാലനാണ് ഇത്, കറുത്തൻ. ഓൻ കരിമ്പ് തിന്നാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് മധുവിനെ പോലെ നാട്ടിലിറങ്ങിയിട്ട് ഇങ്ങനെ കരിമ്പ് കടിക്കുന്ന ഒരു ചിത്രം ഇത്. എന്നിട്ട് പറഞ്ഞു ആദിവാസി ബാലൻ കരിമ്പ് തിന്നുന്ന രംഗം, മധുരം വേണമെന്ന് താഴ്ന്നവൻ ചിന്തിക്കുന്നു എന്നുള്ള മറ്റൊരു നോട്ടും അതിൻ്റെ വയ്യിൽ. 100-ൽ 95 മാർക്ക്. ഇതിന് തന്നെ 1ാം സമ്മാനം. ബാക്കിയൊന്നും വലിച്ചില്ല, കാരണം ഒന്ന് മതി. ഇതത്രയും നോക്കാൻ. വൈകുന്നേരം അനുമോദന യോഗത്തിൽ സമ്മാനം കൊടുക്കണമല്ലോ. ഈ കുട്ടിക്കൊരു ട്രോഫി കൊടുത്തിട്ട് ഒരു 1100 രൂപ അധികവും കൊടുത്തു ടീച്ചർ ഇവൻ. എന്നിട്ട് പറഞ്ഞു ഇവൻ ആരാ? അപ്പോൾ ഇവനിങ്ങനെ നോക്കുന്നുണ്ട്. ഇവൻ ടീച്ചർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവനാരാ? ഇവൻ ആദിവാസി ബാലൻ കരിമ്പ് പിടിക്കുന്ന ചിത്രം വരച്ചിട്ട് ഇവൻ അടിച്ചമർത്തപ്പെട്ടവൻ്റെ പ്രതീക വരച്ച് മറ്റൊരു പ്രസംഗം. ഇത് കഴിഞ്ഞപ്പോൾ അധ്യക്ഷൻ പറഞ്ഞു ഏതായാലും കുട്ടി നല്ല കഴിവുള്ളല്ലേ, അവൻ മറുപടി പറയട്ടെ കുറച്ച്. അപ്പോൾ ഇവരിങ്ങനെ വന്ന് നിന്നിട്ട് ടീച്ചറെ നോക്കിയിട്ട് എൻ്റെ ടീച്ചറെ നിങ്ങളൊരു 1.5 ടീച്ചർ തന്നെ, ഞാൻ വരച്ചതെന്ന ശ്രീകൃഷ്ണൻ ഓടക്കോയിൽ വിളിക്കുന്ന ചിത്രം, നിങ്ങൾ കണ്ടതെന്ന ആദിവാസി ബാലൻ കരിമ്പ് പിടിക്കുന്ന. കാഴ്ചപ്പാട് ആരതാ തകരാറ് വന്നെന്നറിയോ? കാണുന്നവൻ്റെതാ. സൗഹൃദം നമുക്ക് എങ്ങനെയും കാണാം, അതിൻ്റെ ബൗണ്ടറി കടന്നുപോയി അത് പൊളിഞ്ഞു പോകും. നമ്മുടെ കാഴ്ചപ്പാട് പോലെ ഇരിക്കും നമ്മുടെ സൗഹൃദം. അത് ദൈവത്തോടായാലും അതെ. ഈടെ വന്നിട്ട് ചാമുണ്ടയെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? എൻ്റെ PSCയിൽ ഞാൻ വരാൻ വേണ്ടി അങ്ങനെയും കാണാമല്ലോ. എന്നിട്ട് ഇവിടെ വന്നോളൂ, ഒന്ന് നിങ്ങൾ ഇതാക്കി ശരിയാക്കി താപ്പ, എന്നിട്ട് നീ ആക്കിയാലോ, ഞാൻ നിങ്ങളെ ആക്കിക്കോളാം. ഇതങ്ങ് കൊടുക്കുക? അതൊന്നും കൊടുക്കില്ല. പ്രാർത്ഥിക്കും. നിറമാല മനസ്സിലായ കഴിക്കാം. PSC കിട്ടൂല്ല, നിറമാല കഴിക്കില്ല. ഇതാ മഹാത്ഭുതം. അപ്പോൾ ഈടെ വന്നിട്ടുള്ള അപ്രോച്ച് എന്താണെന്നുള്ളത് നോക്കണേ. ഈ ചാമുണ്ടയായിട്ടുള്ള സൗഹൃദം എൻ്റെ വളർച്ചക്കും എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ സമൂഹത്തിൻ്റെ വളർച്ചക്കാണ് നമ്മളുടെ കാഴ്ചപ്പാട് ചാമുണ്ടയോട് കാണിക്കുന്നുണ്ടെങ്കിൽ ആ സൗഹൃദം ചാമുണ്ട ഏൽക്കും. ഈടെ വന്നിട്ട് അപ്രോച്ച് മാറിപ്പോയാലോ? അപ്രോച്ച് മാറിയ ഒറ്റ രംഗമുണ്ട്. എവിടെയാണെന്നറിയോ? ഗുരുവായൂർ അമ്പലത്തിൽ. മലപ്പുറം ജില്ലയിലെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് അച്യുത പിഷാരടി എന്ന് പറയുന്ന ഗുരുവിൻ്റെ അടുത്ത് പോയി പഠിക്കാൻ പറഞ്ഞു കൊടുത്ത്, വ്യാകരണം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അച്യുത പിഷാരടി ഇങ്ങനെ വീണുപോയി, വേദന. അപ്പോൾ ഈ മേൽപ്പത്തൂർ പേടിച്ചു പോയി കുട്ടി. അപ്പോൾ പറഞ്ഞു എടോ വാദമാന്ന് എനിക്ക് നാക്കിന് വരെ വരുന്നു, എനിക്ക് ഇനി നിനക്ക് പറഞ്ഞു തരാൻ കഴിയില്ല, കരയുകയാ. ഉടനെ മേൽപ്പത്തൂർ എന്താ പറഞ്ഞെന്നറിയോ? ഗുരു, അങ്ങക്ക് വാദരോഗമാണെങ്കിൽ അത് ഞാൻ ഏറ്റോളാം. സൗഹൃദാണ്. സൗഹൃദത്തിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നറിയാം? പിടിക്കല. എന്ത് നിനക്ക് വന്നാലും അത് ഞാൻ എടുത്തോളാം എന്ന് പറയുന്ന ഒരു സൗഹൃദം ഉണ്ടല്ലോ. അവിടെയായി ഹെൽപ്പ് ലൈൻ. ഇപ്പോഴത്തെ ഹെൽപ്പ് ലൈൻ ഉണ്ട്. വിളിക്കും, ബ്ലഡിന് വേണ്ടി വിളിച്ചാൽ മതി. വിളിച്ചാൽ പരിധിക്ക് ഓർത്തായിരിക്കല്ല സ്വിച്ച് ഓഫ് ആയിരിക്കും. ഇപ്പം വരെ ആട് നിന്നോന്നു. AKGൻ്റെ അടുത്ത് ബോഡി കൊണ്ടുപോകുമ്പോഴത്രേ അവർ ബ്ലഡും കൊണ്ടുവരുന്നു. ഹെൽപ്പ് ലൈനാണ് പേര്. ഹെൽപ്പ് ലൈനാണ്. ഇലക്ട്രിസിറ്റി ഓഫീസ് സൗഹൃദം ഉണ്ടാ. ഹെൽപ്പ് ലൈൻ ഉണ്ട്. കറണ്ട് പോയാൽ വിളിക്കുമ്പോൾ പറയും ബുലായാ ഗയാ നമ്പർ തോടി രസ്ത് ഹെ. നല്ല ഹെൽപ്പാണ്. സൗഹൃദം കിട്ടുമ്പോഴല്ലേ റിസൾട്ട് ഉണ്ടാവും. എല്ലാറ്റിനും അതെ, സൗഹൃദം കിട്ടണം. അപ്പോൾ മേൽപ്പത്തൂർ പറഞ്ഞു ഗുരു, അങ്ങയുടെ വാദരോഗം ഞാൻ എടുക്കാം. എടുത്തു നോക്കുമ്പോഴേക്കാ ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. പറഞ്ഞതാ ഗുരുവിൻ്റെ വാദം തന്നേന്ന്. എടുത്തു നോക്കുമ്പോൾ ഇതിൻ്റെ വേദന മനസ്സിലായില്ല. പെട്ടയുകയാ ഈ മേൽപ്പത്തൂര്. അപ്പം അച്യുത പിഷാരടിക്കും വിഷമായി, ഗുരുവിന് ഗുണമായി, പക്ഷെ ശിഷ്യന് ദുഃഖമായി. അപ്പോൾ പറഞ്ഞു നീ ചെന്ന് ഗുരുവായൂർ ഭജന ഇരിക്കെ. അങ്ങനെ നടന്നും വലഞ്ഞും പെട്ടഞ്ഞും കരഞ്ഞും മേൽപ്പത്തൂർ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലെത്തിയതാ. അവിടെ എത്തി കരഞ്ഞു വീണിട്ട് പറഞ്ഞു കൃഷ്ണ, വാദരോഗമാണ് എനിക്ക്, വാദം. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, മേൽപ്പത്തൂരെ, നിനക്ക് പരമ്പരയായി വന്ന വാദരോഗമാണോ അതല്ല നീ ആരോടെങ്കിലും സൗഹൃദത്തിൽ വാങ്ങിയതാണോ? നേരം പറഞ്ഞു എൻ്റെ ഗുരുവിൻ്റെ അടുത്തുനിന്ന് ഞാൻ വാങ്ങിയതാ സൗഹൃദം. എങ്കിലിങ്ങ് വാ, ഞാൻ മാറ്റിക്കോളാം. മറ്റേതാണെങ്കിലോ അവിടെ മാറി നിൽക്ക്, കുറേ പണിയുണ്ട്. പരമ്പരയായി വന്നതാണെങ്കിൽ അത് ക്യൂറാവാൻ കുറച്ച് പണിയെടുക്കും.
നീ സൗഹൃദത്തിൽ വാങ്ങിയതാണെങ്കിൽ ഇങ്ങു വാന്ന് പറഞ്ഞു. ചെന്നു മേൽപ്പത്തൂർ അവിടുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോ മേൽപ്പത്തൂർ ഒരു രാത്രിയിൽ പറഞ്ഞു, കൃഷ്ണ എന്താ ഇതിന് വഴി? സൗഹൃദായി. കേരിറ്റ് ഗോഡ്. സൗഹൃദായപ്പോ പിന്നെ അത് സംസാരിക്കും, അതിൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കും. ആ സംസാരിക്കുന്നതിനായിരുന്നു പരമ്പരയായി നമ്മൾ പറഞ്ഞത് അശരീരി എന്ന്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരുക, ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുക. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോലെ ഉണ്ടാവും. അപ്പോൾ പറയില്ല, ഇപ്പം വൈകുന്നേരം ശരീരം ഉണ്ടാവില്ല. പ്രഭാഷണമുണ്ട്, ആരെ വക്കീൽ പോണ അല്ലേ, പോണ്ട. കുറച്ച് കഴിഞ്ഞിട്ട് തോന്നും അല്ല പോയി കളിയാ ഇടന്ന് അവസാനം പോണ്ടെന്നാവും. അമ്പലത്തിൽ അങ്ങനെയല്ലേ, പോണ അന്നേരാന്ന് ഒച്ചത്ത് കേൾക്കുക, അന്നദാനം 8 മണിക്ക് ആരംഭിക്കുക. എന്നാൽ പോയേക്കാം. വെജിറ്റബിൾ ബിരിയാണി മിഞ്ഞാന്ന് പോയൊരു അമ്പലത്തിൽ വളരെ നന്നായി, സന്തോഷം തന്നെ. എന്നിട്ട് ഇങ്ങനെ മൊത്തം ബായി കുത്തി കയറ്റിയിട്ട് സൗഹൃദ പരമ്പ് എന്നാൽ 5ാമത്തെ പ്രാവശ്യം അയാൾ പറഞ്ഞു. അയാൾ പറഞ്ഞു, എന്തെന്നാടോ ഇന്ത്യ ഇത് മത്സരമൊന്നും അല്ല, എവിടുന്നാ പറയുന്നത്, അമ്പലത്തിൽ നിന്നാണ് പറയുന്നത്. പ്രസാദമായിട്ട് കഴിച്ചുകൂടെ എനിക്ക്? അല്ല അടുത്ത പ്രാവശ്യം നോക്കാം. എന്തെന്ന് ആറോട്ടം വാങ്ങാൻ. സൗഹൃദമുണ്ട് നമുക്ക്. ഏതിനോടെന്നറിയോ? അന്നദാനത്തിനോട് വമ്പ സൗഹൃദ. നിങ്ങൾ സൂക്ഷിച്ച് നമുക്ക് മനസ്സിലാവും, ഭയങ്കര സൗഹൃദം. അതെന്താ, എങ്ങനെയാ അത് പടർന്ന് പന്തലിച്ചു പോയെന്നറിയില്ലേ? തെറ്റല്ലേ? ഇവരൊന്നും കുറ്റല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോ, 15,000 ആളെല്ലാം വന്നിട്ട് ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ യൂസ്? ഭക്ഷണം കഴിച്ചു. പക്ഷെ ആ ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ ആ സങ്കേതത്തിലേക്ക് തന്നാൽ കഴിയുന്ന മനസ്സോ ബുദ്ധിയോ കർമ്മമോ അവിടേക്കൊന്ന് പഠിപ്പിക്കാൻ നമ്മുടെ ഹിന്ദുവിനെ പഠിപ്പിക്കണം. പൈസ തരാമെന്നല്ല ഞാൻ പറഞ്ഞു. ഒരു കൂട്ടായ്മക്ക് അല്ലേ, ഇപ്പോൾ ഇവിടെ ഇപ്പം അന്നദാനം ഇല്ല രാത്രിയിൽ. എന്നിട്ട് നിങ്ങളെങ്ങനെയാണ് വന്നത്? ഇത്ര ആൾ വന്നതിന് കാരണമുണ്ട്. ആ കാരണത്തിലേക്ക് എത്തേണ്ടത് മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ നാളെ വക്കീൽ അന്നദാനം വരാൻ പറഞ്ഞെന്ന് പറഞ്ഞ് വർമാജിയോട് പറയണ്ട. ഞാൻ പറഞ്ഞത് ഇതില്ലാതെ വന്നുവെങ്കിൽ ഭയങ്കര, ഇത് ഉണ്ടായിട്ട് മാത്രമേ വരൂ എന്നാണെങ്കിലോ സൗഹൃദം പൊളിഞ്ഞു. അന്നത്തിനും ഉണ്ട് സൗഹൃദം കേട്ടോ, അന്നത്തിനും സൗഹൃദമുണ്ട്. നമ്മൾ ഒരു ദിവസം കഴിച്ചെടുത്തുന്നല്ല മറ്റൊരു ദിവസം കഴിക്കുക. നമ്മൾ കേടിയോ വെച്ചിട്ടുണ്ട്, എവിടെയോ വെച്ചിട്ടുണ്ട് ഭക്ഷണം. അന്നത്തിൻ്റെ മേലെ എഴുതിയിട്ടുണ്ട് ഇത് നിനക്കുള്ളതാണ് എന്ന്. നമ്മൾ ചിലപ്പോൾ ചില സ്ഥലത്തെത്തി വണ്ണം കിട്ടില്ല, അടുത്തടുത്ത് പോയി അവിടുന്ന് കിട്ടില്ല, ചിലപ്പോൾ അങ്ങ് അടുത്തടുത്ത് കിട്ടും. ശ്രദ്ധിക്കണം. തളിപ്പറമ്പിൽ 2:30 കോടതി എണീച്ചിട്ട് എല്ലാ ഹോട്ടലും അടിച്ചുപോയി. പിന്നെ താഴെ പോയിട്ട് ഇങ്ങനെ വലിയ ഏടുന്ന് കഴിക്കാൻ നോക്കുമ്പോൾ ഒരാൾ പറഞ്ഞു ഭക്ഷണം കഴിക്കില്ല, വീട്ടിൽ പോകാമോ. അന്നൊരു അത്ഭുതം. ആടെ തന്നെ റെസ്റ്റോറൻ്റ് എത്താം. ഞാൻ പിന്നെ പാഞ്ഞും കയറി വിശന്നിട്ടല്ലേ, കയറി വീട്ടിൽ പോയിട്ട് അല്ലേ ഇരിക്കുന്നെല്ലാം പറഞ്ഞ് ഇതിൻ്റെ മേലെ ഇരുന്ന് നോക്കുമ്പോൾ കഞ്ഞിയാണ്. കഞ്ഞി. അപ്പോൾ ഇത് നോക്കുമ്പോൾ നല്ല തണുപ്പുണ്ട്, മോശമില്ല. അപ്പോൾ കഴിക്കുമ്പോൾ പറഞ്ഞു ഇത് ഇന്നലത്തെ കൊളുത്താണ്, പക്ഷേ ലേശം പോയിട്ടുണ്ടാവും, എന്നാലും വെസ്റ്റിറ്റല്ലേ. ഞാൻ പറഞ്ഞു അതെ വെസ്റ്റിറ്റ്, അതുകൊണ്ട് പിന്നെ മിഞ്ഞാന്തായാലും സാരമില്ല. അപ്പം മൂപ്പർക്ക് നല്ല ചോറും കറിയെല്ലാം ടിഫിനിലാക്കി വെച്ചിരുന്നു. അപ്പോൾ എനിക്ക് സംശയമായി, ഈ കൊളുത്ത് തീർക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സൗഹൃദം ഉപയോഗിക്കാമല്ലോ. ഉപയോഗിച്ചതിനെ കിട്ടി ടൗണിൽ നിന്ന്. ഓന് കൊടുത്ത അന്നദാനവുമായി അത് തീരുകയും ചെയ്തു. സൗഹൃദമാണോ എന്ന് ചോദിച്ചാൽ അതിന് ലിമിറ്റ് ഉണ്ട്. എനിക്ക് സൗഹൃദം തന്നെയാണ് തോന്നിയത്, പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ടാവും. അതാരാ ലിമിറ്റ് തീരുമാനിക്കുക? പ്രകൃതിയെ തീരുമാനിക്കുക. അതുകൊണ്ടാണ് ഒരു കൈ കൊണ്ട് കൊടുത്തത് മറുകൈ അറിയരുത് എന്നൊക്കെ പറയുന്നത്. എന്തിനാണെന്നറിയോ? ഈ കൊടുക്കുന്നത് അറിയരുത് എന്ന് പറയുന്നതിൻ്റെ സൗഹൃദം അത് രഹസ്യമായി നിൽക്കട്ടെ എന്നാണ്. ആ രഹസ്യമാണ് ഈ പ്രകൃതിയുടെ നിലനിൽപ്പ്. ലളിതാ സഹസ്രനാമായാലും പറയും മാർക്കണ്ഡേയ ഉവാച, മാർക്കണ്ഡേയ. ഇത് രഹസ്യമാണ്. ഏത്? ഈ കൊടുക്കുന്നതും വാങ്ങുന്നതും ജീവിക്കുന്നതും ആരോഗ്യം ഉണ്ടാക്കുന്നതും എല്ലാം രഹസ്യ, പരസ്യമല്ല. ഇതൊന്നും പരസ്യമല്ല. അപ്പൊ ഈ മേൽപ്പത്തൂരിനോട് കൃഷ്ണൻ ഭഗവാൻ പറഞ്ഞത് എന്താണെന്നറിയോ? മേൽപ്പത്തൂരെ നിന്റെ വാദം മാറും എപ്പെന്നറിയോ? നീ മത്സ്യം തൊട്ട് കൂട്ട്. അപ്പൊ സംസാരായി. സൗഹൃദം വന്നാൽ പിന്നെ ഏലേക്കൂടി അതിൻ്റെ വഴി കാണിച്ചു തരുമോയെന്ന് ആർക്കും പറയാൻ കഴിയില്ല. കറക്റ്റ് മനസ്സിലാക്കുക. നടന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് പറഞ്ഞു ദൈവേ എന്തെങ്കിലും ഒരു പൈസ വീട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പകുതി എനിക്ക്. കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ ഒരു 50 പൈസ വീട് കിട്ടി. 50 പൈസ സൗഹൃദം തന്നെയാണ്. പക്ഷെ അയാൾ മനസ്സ് മാറിപ്പോയി. അയാൾ പറഞ്ഞു വിളവാ, നിന്റെ പകുതി നീ എടുത്തിട്ടാന്ന് എനിക്ക് 50 കിട്ടുക എന്തിനല്ലേ എന്നാ. ആടെ പോയി 50 കിട്ടിയ അതിൻ്റെ 25 കൊടുക്കാമെന്നാണ് കരാറ്. 50 കിട്ടിയപ്പോൾ ഒന്നാമത് തരേണ്ടത് അതിൻ്റെ പകുതി നീ തന്നെ എടുത്തിട്ട് ബാക്കിയാന്ന് പറഞ്ഞാൽ സൗഹൃദം പൊളിഞ്ഞു. ഇത് ചെറിയ സാധനമായിരുന്നു, ചെറിയ സാധന.
അപ്പൊ നേരെ പിടിച്ച മേൽപ്പത്തൂരിനോട് കൃഷ്ണൻ പറഞ്ഞ സൗഹൃദം ശ്രദ്ധിക്കേണ്ടത്. മേൽപ്പത്തൂര് നീ എന്താ ചെയ്യേണ്ടതെന്നറിയോ, നീ മത്സ്യം തൊട്ടുകൂട്ടുന്നു. ഈ സൗഹൃദം ദേവന്റെ അടുത്തുനിന്നോ ദേവീൻ്റെ അടുത്തുനിന്ന് എത്തുമ്പം ഗോപ്യമായിരിക്കും, സിമ്പലേ തരും, ചെറിയ സിഗ്നലാ തരും. ആ സിഗ്നലിൽ പിടിക്കാൻ പറ്റണം. അപ്പോഴാണ് അതാണ് ഭാരതധർമ്മത്തിലെല്ലാം കഥയാന്ന് പറയും. ഈ കഥക്കുള്ളിലേക്ക് ഇറങ്ങിയാൽ ആണ് ഇതിൻ്റെ ആ മധുരം കിട്ടുക. അല്ലേ കഥയായിട്ട് പോവും. കഥയ്ക്ക് കേട്ട് 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 കഥക്കുള്ളിലേക്ക് ഇറങ്ങിയാൽ ഇതിൻ്റെ തത്വം കിട്ടും. ഇത് നമ്മുടെ ധർമ്മം. ഈ ധർമ്മം എങ്ങനെയാ? അന്വേഷിക്കുന്നവനെ കണ്ടെത്താൻ പറ്റും. സർച്ച് അന്വേഷിച്ചോളാം. ഇപ്പം നമ്മളൊക്കെ അന്വേഷണത്തിന് ഒരു പണിയില്ല, ഫോണിലുണ്ട്. എന്തെന്ന്? സർച്ച്. ഫോണിൽ കണ്ടിട്ടുണ്ട് സർച്ച്. നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഗൂഗിളിനോട് ചോദിച്ചാൽ. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ ഗൂഗിളിനോട് ചോദിച്ചാൽ ഹൂ ഈസ് മൈ ഫാദർ. അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് അത് പറഞ്ഞു യെസ് ഐ ആം യുവർ ഫാദർ. അതിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നവനാ. 2 ഡോക്ടർമാർ കോഴിക്കോട് അറിവുള്ളവരാ. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അവർ ലൊക്കേഷൻ ഇട്ടിട്ട് പോയി. കണ്ടിട്ടില്ലേ? ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പുഴയിലിറങ്ങിയിട്ട് 2 ചത്തുപോയി. ഡോക്ടറാണ്. അപ്പോൾ ഗൂഗിളിൽ ഇത് പ്രിപ്പയർഡ് ആയിട്ടുള്ള സെർച്ചാണ്. പ്രിപ്പയർഡ് ആയിട്ടുള്ള സെർച്ചിന് പകരം അനന്തമായ സെർച്ച് ഇതിൻ്റെ ഉള്ളിൽ. ഈ സെർച്ചിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെ വന്നിട്ട് സെർച്ച് ചെയ്യണം. ഹൂ ആം ഐ? എന്താ എൻ്റെ ദൗത്യം? എന്താ? ഞാൻ ആരാ? എങ്ങനെ? ഈ ഒരു ചർച്ചയുണ്ടല്ലോ. ഇംഗ്ലീഷുകാരൻ ഇവിടെ വിട്ടുപോയ കുറച്ച് വാക്കുകളാണ്. വൈ, എന്തുകൊണ്ട്, വാട്ട്, ഇതെന്താ, വിച്ച്, ഏതായത്, ഹൗ, ഇതെങ്ങനെയാ, വെൻ, എപ്പോഴാന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പറയും ഇപ്പം തന്നെ, റെഡി, ക്യൂലായി. ഈ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇംഗ്ലീഷുകാരെ കൊണ്ട് ചില്ലറ ഗുണമുണ്ടായിരുന്നു. ഇങ്ങനത്തെ ചില വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ ചോദിക്കാം. ഇംഗ്ലീഷുകാരനെ കൊണ്ട് കിട്ടിയ ഗുണം എന്താ? ഡ്രൈവിംഗ് ലൈസൻസ് ഈസി ആയിട്ട് എടുക്കുന്നില്ല നമ്മൾ. എച്ച് എത്ര പെട്ടെന്ന് കിട്ടുന്നു. അതാൻ്റെ മലയാളത്തിൽ എറുന്നാണെങ്കിലോ അമ്മാകാലം ലൈസൻസ് കിട്ടാൻ പോകുന്നില്ല. RTO വരെ കിട്ടൂല. അപ്പോൾ പ്രകൃതി എന്തെങ്കിലും സഹായിക്കും നമ്മളാ. ഞാൻ പറഞ്ഞെന്താ അറിയോ? ടഫസ്റ്റ് ടൈമിൽ നമുക്ക് ഹെൽപ്പ് കിട്ടും. എപ്പോൾ? സൗഹൃദം കറക്റ്റായിട്ട് ഇടണം. ഇടപ്പാലം. ഈ ദേവതക്ക് കൃത്യമായി പാലോട്ട് കൊടുത്താൽ സൗഹൃദമായി. ആ സൗഹൃദം കറക്റ്റാണെങ്കിൽ റിസൾട്ട് ഉണ്ടാവും. എപ്പോൾ? ആപത്ഘട്ടത്തിൽ. ആപതി കിം കരണീയം. ആപത്തിൽ എന്താ ചെയ്യേണ്ടത്? സ്മരണീയം ചരണയുഗളം അമ്പയ. ഈ അമ്മയുടെ പാദങ്ങൾ ഓർമ്മിച്ചാൽ കറക്റ്റ് റിസൾട്ടായി. അപ്പോൾ മേൽപ്പത്തൂരിന് കിട്ടിയ എന്താണെന്നറിയോ? മത്സ്യം തൊട്ട് കൂട്ടാൻ പറഞ്ഞു. നമ്മളാ പുതിയൊരു പോയിട്ട് 40 റുപ്യക്ക് ഒരു പൊരിച്ചും വാങ്ങിയിട്ട് ബാധവും മാറുന്നില്ല, ഒന്നും മാറുന്നില്ല. കറക്റ്റ് ക്ലിക്കായി. മേൽപ്പത്തൂരിന് മത്സ്യാവതാരം തൊട്ട് എഴുതാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ തൻ്റെ പരമ്പരയുടെ ഏറ്റവും ആദ്യത്തെ ജീവനുണ്ടായത് ജലത്തിലാണെന്നും ആ ജലത്തിലെ മത്സ്യത്തിലാണ് ജീവനുണ്ടായതെന്നും അത് പിന്നെ ജലത്തിലും കരയിലും ജീവിക്കുന്ന കൂർമ്മമായി മാറിയെന്നും ദശാവതാരത്തിൽ പൂർണ്ണാവതാരം എത്തിയതാണ് നമ്മളുടെ റവല്യൂഷണറി തിയറി. നമ്മുടെ പരമ്പരയുടെ തിയറി ഏതാ? പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. പഠിപ്പിച്ച ചൊറിയും. അതുകൊണ്ട് എളുപ്പപ്പണി എന്താ? നിന്റെ മുൻഗാമി കുരങ്ങനിൽ നിന്നാണ് മനുഷ്യരുണ്ട്. വീട്ടിൽ പോയി നോക്കുമ്പോൾ ഏകദേശം കറക്റ്റാണ്. അവൻ പറഞ്ഞ് കറക്റ്റ് ശരിയാ. എന്തൊരു ബേസ്ലെസ് ആയിട്ടുള്ള ചിന്തയാണ്. നമ്മുടെ ഈ ദശാവതാരത്തിൽ ഈ സാധനം പറയുന്നു. ഞാൻ പറയണ്ട, എല്ലാവരും ഭാഗവത സപ്താഹം കേട്ട് ഹൃദിസ്ഥമായവരാ. ഈ കാര്യം നമ്മൾ പഠിക്കണം. മക്കൾക്ക് ഇത് മനസ്സിലാവേണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ ഇതിൻ്റെ സൗഹൃദ പഠനം ഉണ്ടാവണം. വീണ്ടും സൗഹൃദത്തിലുള്ള പഠനം ഉണ്ടാവണം. അടിച്ചേൽപ്പിക്കണ്ട. അന്വേഷിക്കുന്ന പോയിന്റ്സുകൾ മക്കളിലേക്ക് എത്തിയാൽ ഇത് വിജയിക്കൂലേ? വിജയിക്കും. അപ്പം കുട്ടികൾ തെറ്റൂല. ക്ലാസ് റൂമിൽ സൗഹൃദം തെറ്റി. കുട്ടിയോട് ചോദിച്ചു വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവി ഏതാ? ഓൻ എഴുതി വെച്ച ആൻസർ അച്ഛൻ. പകലെല്ലാം കരയിലും വൈകുന്നേരം ആകുമ്പോൾ ഫുൾ ടൈം വെള്ളത്തിലുമാണ്. എന്നാ ചെയ്യണ്ടേ? അവൻ്റെ മേധ തളരുകയാണോ? ശ്രദ്ധിക്കണം. തകരാൻ വിടരുത്. അതിനെന്താ വഴി? മേൽപ്പത്തൂരിനോട് പറഞ്ഞപ്പോൾ മേൽപ്പത്തൂർ മത്സ്യാവതാരം തൊട്ട് എഴുതി ദേവനുമായിട്ട് സൗഹൃദായേ, കൃഷ്ണനുമായിട്ട് സൗഹൃദായേ. ശ്രദ്ധിക്കണം. മേൽപ്പത്തൂരിങ്ങനെ പ്രദക്ഷിണം വെച്ച് രാവിലെ ഇങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് മേൽപ്പത്തൂരിനിങ്ങനെ കരച്ചിൽ വരുന്ന പറയുന്നത്. കൃഷ്ണനെ ഇങ്ങനെ കണ്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ മേൽപ്പത്തൂരിൻ്റെ മനസ്സിലിങ്ങനെ ഉദിക്കുകയാണ്. ഒരു നേരം തൊഴുതു മടങ്ങുമ്പോൾ
തോന്നും ഒരിക്കൽ കൂടി തൊഴേണമെന്ന്. ഇവിടുന്ന് ഇങ്ങനെ പ്രദർശനം വെച്ച് അമ്മേനെ തൊഴുത് തിരിച്ചു പോകുമ്പോൾ തോന്നുന്നു ഒരിക്കൽ കൂടി ആയാലോ എന്ന് തോന്നുന്ന സന്ദർഭമാണ് സൗഹൃദം. അല്ലെങ്കിൽ റോഡുമ്മലേ പോകുമ്പോൾ സല്യൂട്ട് അടിച്ച് പോറ് പറയും അമ്മേ ടൈമില്ലായിട്ടാണ് ഉത്സവത്തിന് വരാം അടുത്തല്ലോ. നോ, ഈ സൗഹൃദമില്ല, ഇതിന് ഒരു കോംപ്രമൈസും ഇല്ല. സൗഹൃദത്തിന് ഒരു കോംപ്രമൈസും ഇല്ല. ഈ ദേവൻ പ്രകൃതി അതിനോടാ ശ്രദ്ധിക്കേണ്ട. അതാണ് സൗഹൃദം. ആ പ്രകൃതിയോടുള്ള സൗഹൃദം എങ്ങനെയാന്ന് പറയുമ്പോൾ തീരും. ഇത് ശ്രദ്ധിച്ചോ, നമ്മൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചോ. അപ്പം മേൽപ്പത്തൂർ എഴുതി കരഞ്ഞ് എഴുതുമ്പോൾ നമ്മൾ പറയും മേൽപ്പത്തൂര് നാരായണി എഴുതിയത് കൊണ്ട് മാത്രമാണോ വാദം മാറിയത്? അല്ല, കാരണമുണ്ട്. ഗുരുവായൂരപ്പൻ ഇങ്ങനെ പ്രദർശനം വെച്ചതിൻ്റെ ഓവ്, വടക്കേ ഭാഗത്തെ ഓവിലൂടെ 32 തര ഔഷധങ്ങളെ കൊണ്ട് അഭിഷേകം. രാവിലെ വാഗപ്പൊടി മുതൽ തേന് മുതൽ ജലം മുതൽ പാല് മുതൽ തൈര് മുതൽ ഇങ്ങനെ ഒഴുക്കി വിടും കുളിപ്പിച്ചിട്ട്. അന്നേരം മേൽപ്പത്തൂർ അത് പോയിട്ട് എടുത്ത് കാണിക്കും. ഉള്ളിൽ മരുന്ന്. ഏത്? ഈ അഭിഷേകത്തിൻ്റെ. ശ്രീകോവിലിൻ്റെ ഉള്ളിൽ മന്ത്രജപം നടത്തി ശംഖിൽ തൻ്റെ വിരൽ വെച്ച് തുളസിയിലിട്ട് മന്ത്രിച്ചെടുക്കുന്ന ജലത്തെ ഔഷധമാക്കി മാറ്റുന്ന ഒരു കർമ്മമുണ്ട് രാവിലെ. മണിക്കടർന്ന് എടുക്കുമ്പോൾ അത് വെള്ളം. എന്തെന്ന്? H2O, ഹൈഡ്രജനും ഓക്സിജനും. ഹൈഡ്രജൻ കത്തുന്നതും ഓക്സിജൻ കത്താൻ ബലപ്പെടുത്തുന്നതുമാണ്. പക്ഷെ അത് രണ്ടും ചേരുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്താ അറിയുക? ഈ തീനെ അണക്കുന്ന വാട്ടർ. ഈ ചിന്ത വരുന്നുണ്ട്. അതെന്താ അങ്ങനെ വന്ന്? ഹൈഡ്രജൻ കത്തുന്നതും മറ്റേത് കത്തിക്കുന്നതും, ഇത് രണ്ടും കൂടുമ്പോൾ കത്തുന്നത് കെടുത്തുന്നതും. ഈ പ്രകൃതി അത്ര ഭയങ്കര. ഈ മണിക്കിണറിന്ന് കിട്ടുന്ന വെള്ളം ശംഖ്, കാൽസ്യം കൂടുതലാണ്. അതാ വെള്ളം നിറം. കാൽസ്യം ഉള്ള ശംഖിലേക്ക് ഇത് ഒഴിക്കുമ്പോൾ വെള്ളം. പക്ഷെ ബാസിലസ് എന്ന് പറയുന്ന തുളസിയല, ബ്രെയിനിന്, തലച്ചോറിൻ്റെ ഹോർമോണിനെ നിയന്ത്രിക്കുന്ന തുളസി. അതാണ് മുറ്റത്ത് തുളസി തറ വേണ്ടത്. രാവിലത്തെ കാറ്റ് പൂജാമുറിയിലേക്ക് അടിക്കും, അപ്പോൾ ഓക്സിജൻ പ്രവാഹം ഉണ്ടാകും. അപ്പോൾ ഇപ്പം മുറ്റത്തെ തുളസിത്തറ വെക്കയില്ല, കാരണം കാറ് വളക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല എന്താ? ഇത് ഒഴിവാക്കുന്നതാണ്. ഒഴിവാക്കലല്ലേ ഇപ്പം ബമ്പ സംഭവം. ഒഴിവാക്കുക. നമുക്ക് ഞാനത് പറയാൻ കാരണം ഇത് പറഞ്ഞിട്ട് പറയാം. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചിരുന്നു ഈ വ്രതം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംശയമാണ് മണ്ഡലകാലത്ത്. അപ്പോൾ ഞാൻ പറയാം, അത് സൂചിപ്പിക്കാം, അപ്പോൾ ഓർമ്മയിൽ വരും. വ്രതം നമ്മൾ കാണുന്നതേ അല്ല വ്രതം. ശ്രദ്ധിച്ചോ. അപ്പം ഇത് മേൽപ്പത്തൂർ എഴുതി അസുഖം ഭേദമായി. അസുഖം ഭേദമായാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? അഹങ്കാരം വരും, ഈഗോ വരും. സുഖമില്ലാണ്ടിരിക്കുമ്പേ നമ്മൾ സാധുവാകും. പനിച്ചിട്ടെല്ലാം കിടക്കുന്ന ഭർത്താവിനെ കണ്ടാൽ മാതിരി ഒരു സാധു വേറെ ഉണ്ടാവും. അയാളെ പോയിട്ട് തോണ്ടുമ്പം പറഞ്ഞ് ഞാൻ എണീക്കെട്ട് എനിക്ക് കാണിച്ചു തരാം, എണീക്കോ എന്നുള്ളത് ദൈവം. അപ്പോൾ ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവേ എണീപ്പിക്കല്ലേ. അപ്പോൾ പ്രാർത്ഥിക്കുന്നു പേടിച്ചിട്ട്. ശബരിമലക്കൊന്ന് മടങ്ങി വരുമ്പം ഭാര്യ വിളിക്കുക. കഴിഞ്ഞ ദിവസം അശോകേട്ടൻ പോയിട്ടുണ്ട് ശബരിമലക്ക്. പോകുമ്പോൾ സ്വാമിയാ പോയിനി. എന്നോട് ഒന്ന് സാറേ ഒന്ന് വന്നിട്ട് മാലയിക്കല്ല എന്ന് പറ, കാലം വരുന്നുണ്ട്. പമ്പയിലെത്തി പോലും കാലൻ. പോയത് അശോക സ്വാമിയാണ്, വരുന്നത് കാലൻ. അവൻ പറഞ്ഞ് ഞാൻ മാടിന്ന് ഇത് വ്രതം മുറിക്കട്ട് എനിക്ക് കാണിക്കാം, സൂപ്പർ ഫാസ്റ്റിനാണ് വരുന്നത്. ഇവിടെ നിന്നാ പ്രാർത്ഥിക്കേണ്ട വരട്ടേന്നാ. ഏതെല്ലാം പമ്പയെന്ന് ബസ് മാറിയിരുന്നപ്പ ഒറ്റ പ്രാർത്ഥനയെ വേണ്ടു, ദൈവം കേട്ടല്ലേ. അതുകൊണ്ട് ഈ സൗഹൃദം എങ്ങനെ പൊളിഞ്ഞു പോകുന്നു? വ്രതം മുറിക്കൽ നമ്മൾ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ കണ്ടില്ല. വ്രതം കുറക്കലാ, മുറിക്കണ്ട, കുറക്കലാണ്. രാവിലെ എണീക്കുന്നത് ഒരു വ്രതമാണ്, അത് തുടരാൻ പറ്റണം. മാലയിച്ചാൽ രാവിലെ എണീക്കുന്ന ഒരു വ്രതമാണ്, അത് തുടരാൻ പറ്റുമെന്നാ ചോദ്യം. സ്മോക്കിംഗ് ഒരു ശീലമാണ്, അത് കുറക്കാൻ പറ്റണം. വ്രതം കഴിയുമ്പോഴും കുറക്കാം, അത് കൂട്ടല്ല. അത് കുറഞ്ഞു വരാൻ പറ്റും, അതാ വ്രതം. അപ്പം നമുക്ക് ആ ഭാഗം നോക്കും മനസ്സിലാവും. ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ എഴുതി സുഖായപ്പോൾ അഹങ്കാരമായി. അങ്ങനെയാണ് ദൈവം തന്നെ ഈ പരീക്ഷിച്ചത്. ആരാ? മേൽപ്പത്തൂരിന. പൂന്താനം എന്ന് പറയുന്ന മുഷ്ടിഞ്ഞ വസ്ത്രം ധരിച്ച സാധാരണ ബ്രാഹ്മണൻ, സംസ്കൃതം അറിയാത്ത, മലയാളം മാത്രം അറിയുന്ന പൂന്താനം ഒരു കവിത എഴുതിയിട്ട് ഒരു ദിവസം രാവിലെ കൃഷ്ണൻ്റെ മുന്നിൽ വെച്ച് സോപാനപ്പടി തൊട്ട് താഴേക്ക് വന്ന് മേൽപ്പത്തൂരിനെ കാണിച്ചിട്ട് പറഞ്ഞു, പ്രഭോ അങ്ങൊന്നിത് തിരുത്തുമെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, മ്ലേച്ഛ, സംസ്കൃതം കൊണ്ട് ഇങ്ങനെ ആടുന്ന എന്നോടാ നീ മലയാളം തിരുത്താൻ പറഞ്ഞ് പോയിക്കോന്ന് ഏതെങ്കിലും ആരോടെങ്കിലും ചോദിക്കുന്നു.
കണ്ണീരണിഞ്ഞ പൂന്താനം തിരിച്ചു വന്ന് മഞ്ജുളാൽ വഴി ഇറങ്ങുമ്പം കൃഷ്ണനെ നോക്കി പറഞ്ഞു, കൃഷ്ണ, അറിവില്ല എന്നുള്ളതാണോ തെറ്റ്? അതാ ചോദ്യം. അന്ന് അർദ്ധരാത്രിയുടെ അന്ത്യയാമത്തിൽ വാദം തിരികെ വന്നു മേൽപ്പത്തൂരിന്. കരഞ്ഞു പടഞ്ഞ്, കൃഷ്ണ, നീ വാദം മാറ്റിയ നീ തിരികെ ഇതെന്തിനാ തന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കൃഷ്ണൻ പറഞ്ഞു, മേൽപ്പത്തൂരെ, നിനക്കറിവുണ്ട്, നിന്റെ വിഭക്തി എനിക്കിഷ്ടമാണ്. പക്ഷെ നിന്റെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം പൂന്താനത്തിൻ്റെ ഭക്തിയാണ്. ഭക്തിയാണ്. ആ ഭക്തി സമം, ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധ. ശ്രദ്ധ നല്ലതാണ്. ഇവിടെ വന്നിട്ട് അമ്മേൻ്റെ മുമ്പിൽ നിന്നിട്ട് ഐന്ദ്രസ്യേവചരാസനസ്യ ദദതി മധ്യേ ലലാടം പ്രഭാ ഇങ്ങനെ ചൊല്ലുമ്പം കുറച്ച് ദിവസം കഴിയുമ്പോൾ അമ്മ ചോദിക്കും, എന്താണ് അതിൻ്റെ അർത്ഥം? പിന്നെ കാണില്ല. അതേസമയം അമ്മേ, മറ്റൊന്നില്ലെനിക്കാശ്രയം എന്ന് മാത്രം പറഞ്ഞാലുണ്ടല്ലോ നമുക്ക് മനസ്സിലാവും. അത് നമുക്ക് മനസ്സിലാവും. ചെല്ലണ്ടെന്നല്ലേ ലളിതാ സഹസ്രനാമം നിർത്തിയേക്കറേ, ഇതിൻ്റെ അകത്തേക്ക് കയറി നിർത്തി ചെല്ലുമ്പോൾ കുറേ കഴിയുമ്പോൾ അർത്ഥം മനസ്സിലാവും. അർത്ഥം മനസ്സിലാവുമ്പോഴാണ് ഇത് ഫീൽ ചെയ്യുക. ഉള്ളിൽ ഫീൽ ചെയ്യുമ്പോഴാണ് അമ്മ കണ്ണു തുറക്കുക. സൗഹൃദം, ഗോഡ് എന്ന് പറയുന്ന സങ്കല്പത പിടിക്കുമത്. ശ്രദ്ധിക്കണം. ഭയങ്കര സംഭവമാണ്. 2 ന്യായങ്ങളുണ്ട് ഭാരതത്തിൽ സൗഹൃദത്തിന്. ഇതിനോട് സ്ഥാനം അഥവാ ശക്തി, അതറിയാൻ 2 ന്യായമുണ്ട്. ഒന്ന് മർക്കട കിശോരൻ ന്യായം. മർക്കടൻ എന്ന് പറഞ്ഞാൽ കുരങ്ങൻ. മർക്കടൻ്റെ കിശോരൻ എന്ന് പറഞ്ഞാൽ കുട്ടി. കുരങ്ങനെയും കുട്ടികളെയും നോക്കണം. എന്താണെന്നറിയോ? കുട്ടികൾ കുരങ്ങൻ്റെ കഴുത്ത് പിടിച്ചിട്ടാണ് ഉണ്ടാവുക. എന്നിട്ടാണ് കുരങ്ങൻ തുള്ളുക. അപ്പം ഈ കുട്ടീൻ്റെ പിടുത്തം വിട്ടാലുണ്ടല്ലോ കുട്ടി താഴെ വീണു. ആരാ ശ്രദ്ധിക്കേണ്ടത്? കുട്ടി. അച്ചിക്കൊരു ബാധ്യതയില്ല. കുരങ്ങൻ്റെ പ്രത്യേകത ഏതാ? ചാടും. അപ്പം മുറുക്ക പിടിച്ചിട്ടില്ലെങ്കിൽ താഴെ പോകും. അപ്പോൾ ഈ കുട്ടി മുറുക്ക പിടിക്കും. കുരങ്ങൻ പിടിച്ച പോലെ എന്ന് പറയാൻ കാരണം എന്താ അറിയോ? ഈ പിടുത്ത ആ അമ്മച്ചീൻ്റെ കഴുത്ത് മുറിഞ്ഞു പോയാലും ഇത് വിടൂല, ചാടി പിടിക്കും. അപ്പം എന്താ പ്രത്യേകത എന്നറിയോ? ആദ്യം നമ്മൾ ഇവിടെ വന്നാൽ സൗഹൃദം സ്ഥാപിക്കാൻ അമ്മയെ അങ്ങോട്ട് പിടിച്ചോളണം. മുറുക്ക വിടറ് പിടിച്ചോളണം. ആ മർക്കട കിശോരൻ ന്യായം കഴിഞ്ഞാൽ മാർജാര കിശോരൻ ന്യായത്തിലേക്ക് എത്തുക സൗഹൃദം. എന്താ മാർജാരൻ? പൂച്ചേൻ്റെ കുട്ടികളെ പ്രത്യേകത എന്താ പറയുക? പൂച്ചക്കുട്ടികൾ അടിയുണ്ടാവും. അമ്മക്കാ ബാധ്യത. ആദ്യം ഒന്നിനെ കടിച്ച് ഇവിടെ കടിച്ചിട്ട് ആടെ കൊണ്ടാക്കും. രണ്ടാമത്തേനെ കടിച്ച് ആടെ കൊണ്ടുവെക്കുമ്പോൾ അത് ഇടിയെത്തിയിട്ടുണ്ടാവും. ആദ്യം ഇതിനെ പിടിച്ച്, കുട്ടിക്ക് ഒരു ബാധ്യതയില്ല. ആർക്കാ ബാധ്യത? നമ്മുടെ കുടുംബത്തിൽ ഇപ്പം മാർജാര കിശോരൻ ന്യായമാണ്. ബാധ്യത അമ്മക്ക് വച്ചല. കുട്ടിക്കൊരു ബാധ്യതയില്ല. മർക്കട കിശോരൻ ന്യായമായിരുന്നു പണ്ട്. അങ്ങോട്ട് പിടിക്കും. ഇപ്പം എന്താ? ഇങ്ങോട്ട് പോയി. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പയ്യന്നൂർ ഒരു വക്കീൽ പറഞ്ഞു, ക്രിസ്മസ് വെക്കേഷന് ഗോവയിൽ പോന്നു. ആരല്ല? അയാളും ഭാര്യയും 2 മക്കളും. മറ്റേ പറ്റിയ കൂളിംഗ് ഗ്ലാസ് എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ട്രൗസറും ബനിയനെല്ലാം. അപ്പം അന്നേരം പറയുന്നു, ഭാര്യേൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു പോലും ഇന്നലെ ഞങ്ങളും വരുന്നു. അപ്പോൾ ഇയാൾ ചോദിച്ചാൽ പിന്നെ നമ്മളെന്താ ഗോവയിൽ പോന്നു? ഈ സ്വല്ലം ഒഴിവാക്കാനാണ് ഗോവയിൽ പോകുന്നത്. പിന്നെ അതും അങ്ങോട്ട് കൊണ്ട് സന്ദേശ സിനിമ പോലെ എല്ലാവരും കോട്ടയും പെട്ടിയിലായിട്ട് ഇറങ്ങിയിട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞു. ക്യാൻസൽ ചെയ്ത്. സൗഹൃദം ആടെ പൊളിഞ്ഞു ഇന്ന്. മൂത്തവരെ സൗഹൃദം എന്താ പറയുക? ഇവരൊന്നിച്ച് പോകണമെന്ന്. മറ്റേവരെ സൗഹൃദം എന്താ പറയുക? നമ്മളൊറ്റക്കേ പോകണ്ടു. ഇത് ഏടിയതിൻ്റെ ഗ്യാപ്പ് തിരിയണം. ഈ ഗ്യാപ്പ് തിരിഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാന്ന്. അപ്പം മേൽപ്പത്തൂരിനുണ്ടായ സൗഹൃദമില്ലേ, ആ സൗഹൃദം എപ്പോൾ മനസ്സിലായതെന്നറിയോ? അന്ന് രാത്രി തെറ്റിയപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, മേൽപ്പത്തൂരെ, നിന്റെ സൗഹൃദം ഞാൻ തച്ച് പൊളിക്കും. നീ എന്താ, നിനക്ക് അഹങ്കാരം വന്നാ പ്രശ്നം. നിന്റെ വിഭക്തി നല്ലതാ, പക്ഷെ നീ ഭക്തി കുറഞ്ഞു പോയി എനിക്ക്. അപ്പം നിനക്ക് ഏറ്റവും എന്നോട് സൗഹൃദപ്പെടാൻ ഏറ്റവും നല്ല പണി എന്താ? ഭക്തി. നോ കോംപ്രമൈസ്. ശ്രദ്ധിക്കണം. ഈ കോംപ്രമൈസ് കടലായിൽ കൃഷ്ണ ഭഗവാനോ ഗുരുവായൂർ കൃഷ്ണ ഭഗവാനോ ഇവിടെ അപ്പുറം കൃഷ്ണ പോയി പിടിക്കാൻ പറ്റിയ സാധനം കൃഷ്ണനാണ്. സൗഹൃദം ഈലും വലിയൊരു സൗഹൃദം പോലെ കിട്ടില്ല. പക്ഷെ ഇങ്ങോട്ട് വരില്ല. പിടിച്ച് കുറൂരമ്മ പാഞ്ഞ് ഒരു ദിവസമാണ് കുറൂരമ്മയെ അങ്ങോട്ട് പിടിച്ചത്. പിന്നെ കുറൂരമ്മക്ക് ഗുരുവായൂരോട്ട് പോകാൻ പറ്റിയില്ല. ശ്രദ്ധിക്കണം. ഈ സൗഹൃദം എല്ലാം കടലായി പോയി വരുമ്പോൾ സൗഹൃദം വരും. അപ്പോൾ ഒരു ദിവസം തോന്നും എൻ്റെ സൗഹൃദം ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ. തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ട
പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താൻ ഞാൻ. കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടിയാടൂലേ. ആടെ നിന്നിട്ട് കണ്ണൻ ഇങ്ങനെ തുളസിക്കതിരെടുത്ത് ഇങ്ങനെ പൊട്ടാത്ത നൂലിൽ കെട്ടി അങ്ങ് കൊടുത്താൽ അത് വാങ്ങിക്കോളും. ആ കോംപ്രമൈസ് ഇല്ലാത്ത സൗഹൃദത്തിലേക്ക് എത്തുമ്പോഴേ റിസൾട്ട് ഉണ്ടാവും. ഗോഡ് വേറെയും നമ്മൾ വേറെയല്ല. ആദ്യമാണ് അത് രണ്ടും മർജാര കിശോരൻ ന്യായത്തിലേക്ക് എത്തിയാൽ പിന്നെ ഇങ്ങോട്ട് പിടിച്ചാൽ, ഇങ്ങോട്ട് പിടിച്ചാൽ രക്ഷപ്പെട്ടു. അങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് പിടിക്കും. ഇതാണ് സൗഹൃദത്തിൻ്റെ രണ്ട് വഴികൾ. മർക്കട കിശോരൻ ന്യായത്തിലൂടെ കയറി മാർജാര കിശോരൻ ന്യായത്തിലേക്കൂടെ എത്തിയ ഗോഡ് പ്രകൃതിയോടൊരു സൗഹൃദം കിട്ടും. ഈ സൗഹൃദം ഇല്ലാഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? മനസ്സ് കളങ്കപ്പെടും. മനസ്സ് കളങ്കപ്പെട്ട എന്താണെന്നറിയോ? പറയുന്നതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വൈരുദ്ധ്യം, വൈരാഗ്യം, വെറുപ്പം, വാക്ക് തർക്കം. എങ്ങനെയാണ് കോംപ്രമൈസ്? ഇപ്പോൾ മലയാളി അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടും. നീ എന്താ അങ്ങനെ, നീ എന്താ ഇങ്ങനെ, വെറും അടിയാ. ഒരു പോസിറ്റീവായ കാര്യം ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല. പണ്ട് ഒരു ഗ്രാമത്തിലൊരു വലിയ തറവാടുണ്ടായി. 100 കൊല്ലം പഴക്കമുണ്ട് ആ തറവാട്. ആ 100 കൊല്ലം പഴക്കമുള്ള തറവാട്ടിലെ കണ്ണി അറ്റ ലാസ്റ്റിൽ ഒരു പെണ്ണുങ്ങൾ ബാക്കിയുണ്ട്. ലക്ഷ്മി അടുത്തി, വയസ്സ് 75. പക്ഷേ ഈ പെണ്ണുങ്ങളെ പ്രത്യേകത എന്താ പറയുക? ഒരു കോംപ്രമൈസും ഇല്ല. രാവിലെ 5 മണിക്ക് എണീക്കും. 5 മണിക്ക് എണീക്കും. വേറെ ഒരു കോംപ്രമൈസും ഇല്ല. 5 മണിക്ക് എണീറ്റാൽ ഇവർ ചെയ്യുന്നത് നാട്ടുകാർക്ക് ദ്രോഹമാണ്. എന്താണെന്നറിയോ? ആടെ ഒരു കിണറുണ്ട്, പൈപ്പില്ല വീട്ടിൽ, പണ്ടേ ഉള്ളതാ. ആ കിണറിന്ന് വെള്ളം വലിക്കും. കിണറങ്ങത്തിനാണെന്നറിയാം, കപ്പിയും കയറും ഉണ്ട്, പഴയ മരത്തിൻ്റെ ഒണ്ടയാണ്. അപ്പം കര ഇങ്ങനെ ഒച്ച. 5 മണിക്ക് തുടങ്ങി 6:30 വരെ വെള്ളം വലിക്കും. കുടിക്കാൻ, കുളിക്കാൻ, അലക്കാൻ എല്ലാം പാത്രത്തിൽ നിറക്കും. നാട്ടുകാർക്ക് കുറച്ച് പ്രശ്നമാണ് 5 മണിക്കായാൽ. അവസാനം ഒരു ഭാഗവതർ വന്നിട്ട് അതിൻ്റെ അടുത്ത് താമസായി. ഒരു ദിവസം ഭാഗവതർ വിളിച്ചു പറഞ്ഞു, ലക്ഷ്മി എന്നാ നീ 5 മണി മുതൽ 6:30 വരെ നിൻ്റെ ഈ കര ഒച്ച കൊണ്ട് എനിക്ക് സാധകം ചെയ്യാൻ കഴിയുന്നില്ല. ഇതൊരു ഉപദ്രവമായി. അന്നേരം പറഞ്ഞു, ഇത് 100 കൊല്ല ഈ കര. നിങ്ങൾ മിഞ്ഞാന്നല്ലേ വന്നിട്ട് വർത്താനം പറയും. അന്നേരം നിന്നെ ചീത്ത പറയാൻ വന്നതല്ല. ഒരു മരുന്നുണ്ട് എൻ്റെ അടുത്ത്, ഒരു എണ്ണ. ഞാൻ നാളെ 5 മണിക്ക് രാവിലെ എൻ്റെ മോൻ്റെ അടുത്ത് കൊടുത്തേക്കാം. നീ കുറച്ച് അതിൻ്റെ ഒഴിക്കൊണ്ടക്ക്. അന്നേരമായിട്ട് കരകരം. മരുന്നോ? 100 കൊല്ലമുള്ള കരകര പോകും മരുന്ന് ഉണ്ട്, നീ ഒഴിക്കുന്നു. പിറ്റേന്ന് രാവിലെ മോൻ്റെ അടുത്ത് കൊടുത്തേച്ചു. മോനൊരു കുപ്പി എണ്ണയായിട്ട് വന്ന് ഈ ലക്ഷ്മി നടത്തി ഇതിൻ്റെ ഉണ്ടക്കാൻ ഒഴിച്ചു. വലിച്ചു ഒഴിക്കുമ്പോൾ കരകര പോയി. എൻ്റെ കൃഷ്ണ, 100 കൊല്ലമായിട്ടുള്ള ഈ കരകര ഈ ഭാഗവതർ മാറ്റി തന്ന ഭയങ്കര സംഭവം. നോക്കുമ്പോഴേക്ക് ആ കുപ്പിയിൽ പകുതി എണ്ണ ബാക്കിയാണ്. ഇത് മോന് കൊടുത്തു. മോൻ ചോദിച്ചു, ആൻറ്റി ഇത് ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പം ചീത്ത പറയും ഭാഗവതര്, ഇത് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ? അന്നേരം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഇത് നീ തിരിച്ചു കൊണ്ടുപോയിട്ട് നിൻ്റെ അച്ഛൻ ഭാഗവതരെ തൊണ്ടയിൽ വെച്ച് കൊടുക്കും. എന്നാൽ അതിൻ്റെ കരകര പോയി നമുക്ക് രണ്ടാൾക്കും സമാധാനമായല്ലോ. ആർ യു ഡൂയിങ് ദിസ്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കരകര മാറ്റാൻ കളിക്കുക. എന്താ ഇതിൻ്റെ സൊല്യൂഷൻ പറ? ശരാശരി മലയാളി എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യുന്നു മലയാളി? നമ്മൾ ഇതിനാണ് നമ്മൾ പിടുത്തം കൊടുക്കേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിലുള്ള വെറുപ്പോ വക്കാണോ ശണ്ഠയോ വേണ്ട, ആവശ്യത്തിന് വേണം. ശ്രദ്ധിക്കണേ. അതുകൊണ്ടാ പുരി ശങ്കരാചാര്യർ പറഞ്ഞത്, യു ഷുഡ് ബി ലൈക്ക് എ ഡ്രൈഡ് കോക്കനട്ട്. ഉണക്കത്തേങ്ങ പോലെ ഇരിക്കണം എന്നാണ് പറഞ്ഞത്. കൊട്ടത്തേങ്ങ പോലെ അവിടെ വെച്ചാൽ ഒന്നും അനങ്ങരുത്, എടുത്താൽ കുലുങ്ങണം. കൊട്ടത്തേങ്ങ കണ്ടിട്ടില്ലേ? അവിടെ വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല, എടുത്താൽ കുലുങ്ങുന്നത്. ഇതാണ് കൃഷ്ണ ഭഗവാന്റെ ഭാവം ഗീതയിൽ പറഞ്ഞത്. നീ ഒന്നിനും പിറകെ പോണ്ട, നീ ഒന്നിനും പരാജയപ്പെടണ്ട. പക്ഷെ നീ നിന്റെ അസ്തിത്വം നിലനിർത്തിയാൽ എല്ലാം ഇങ്ങോട്ട് വന്നോളൂ. അട്രാക്ഷൻ ഇങ്ങനെ, അത് ഉണ്ടാക്കേണ്ടതല്ല, അത് ഉണ്ടാവേണ്ടതാണ്. അപ്പം സൗഹൃദം അതുപോലെയാണ്. സൗഹൃദം വെച്ചിട്ട് നമ്മളെ തലയിൽ കയറാൻ പെടുന്നത് സൂക്ഷിക്കണേ. നെക്സ്റ്റ് പോയിന്റ്, എങ്ങനെയാണ് പ്രകൃതിയായിട്ട് സൗഹൃദം പങ്കിടുക? പ്രകൃതിയായിട്ട് സൗഹൃദം പങ്കിടാൻ ഒറ്റ പണിയേ ഉള്ളൂ. രാവിലത്തെ ഉണരൽ ജനനമാണ്, പകലത്തെ ജീവിതം നോക്കണേ. പകല് ജീവിതമാണ്, രാത്രി മരണമാണ്. ജനനം, ജീവിതം, മരണം. ശ്രദ്ധിക്കണം. ഉണ്ടാവുക, നിലനിൽക്കുക, ഇല്ലാതാവുക. ഏത് രാവിലെയും നോക്കിയാൽ നമ്മൾ ഉണരുകയാണ്. അത് ജനന, ബർത്ത്, ന്യൂ ബർത്ത്.
കഴിഞ്ഞ ദിവസത്തെ രാത്രിയിലെ മരണത്തിൽ കഴിഞ്ഞ എല്ലാ കാര്യവും കഴിഞ്ഞ് ഫ്രഷായിട്ട് നമ്മൾ ജനിക്കുന്നു, ഉണരുന്നു. അപ്പം ചോദ്യം, പ്രകൃതിയായിട്ട് കോംപ്രമൈസ് ചെയ്യാതെ പ്രകൃതിയായിട്ട് നമ്മൾ എങ്ങനെ അടുക്കണമെന്ന് ചോദിച്ചാൽ രാവിലെ ഉണരാൻ, പുലരും മുമ്പുണരണം. അതാ, ഉണർന്നാലേ തിരിക്കണം, ഇരുന്നാൽ കണ്ണടച്ചുള്ളിൽ പരദൈവത്തെ ഓർക്കണം. സൗഹൃദം. അച്ഛനെ കാണണം മുന്നിൽ, സൗഹൃദം. അമ്മയെ തൊഴുതിയിടണം, വെളുക്കുമ്പോൾ കുളിക്കണം. ഇനി മേലാൽ എന്നെ വിളിക്കൂല ഇവിടെ, വെളുക്കുമ്പം കുളിക്കും. മലയാളിക്ക് ദേഷ്യം വരും. സ്പ്രേയും സെൻറ്റും ഉള്ളിടത്തോളം കാലം കല്യാണത്തിന് പോകും, തല വിളിക്കൂല. എന്താ കാരണം? ഇതെന്തെല്ലാം വായ്പ വെപ്പ. അപ്പോൾ നീ എന്തിനാ പോകുന്നത്? ആ ഫോട്ടോ എടുക്കണ്ടേ, അല്ലെങ്കിൽ ആൾ കാണും. സാരമില്ല, ഇതെല്ലാം ഒരു സൗഹൃദത്തിൻ്റെ ഭാഗമല്ലേ, സൗഹൃദത്തിൻ്റെ ഭാഗമാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴും പ്രകൃതിയായിട്ടൊരു സൗഹൃദം ഉണ്ടെങ്കിൽ രാവിലെ അതിന് പറ്റിയ സമയം, ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ അതിലും നേരത്തെ ആണെങ്കിൽ അത്യുത്തമായി. അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമാണോ? അല്ല. പക്ഷേ മണ്ഡലകാലത്ത് ഈ സൗഹൃദം ഉണ്ടാക്കാനാണ് ഒരു ചിട്ട വെച്ചത്. മുദ്ര ധരിച്ച, കറുപ്പുടുത്ത, ദീക്ഷ നീട്ടിയ അയ്യപ്പൻ രാവിലെ 5 മണിക്ക് ശേഷം അയാൾക്ക് ഉറക്ക് കിട്ടില്ല. രാവിലെ ഉണരും. ഉണർത്തലല്ല, ഉണരല. ഉറക്കലല്ല, ഉറങ്ങല. അതിന് മലയാളിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ഉറങ്ങി വീഴല. TV കണ്ടുകൊണ്ടിരിക്കും, ഇതിങ്ങനെ നീട്ടി അയാൾ ഇത് വീണിട്ട് വേണം ഇവക്ക് ചെമ്പരത്തിപ്പൂ കാണാൻ. അപ്പോൾ ഇയാളെ എടുത്തു കൊണ്ടുവന്ന ഒരു വലിയ രംഗമാണ്. സോഫയിൽ നിന്ന് വീണിട്ട് എയിലസ വിളിച്ചിട്ട് അയാളെ കൊണ്ടുപോയിട്ട് അവിടെ മലർത്തണം. ഉറങ്ങൽ എങ്ങനെയാണെന്ന് മലയാളിയോട് ചോദിച്ചാൽ, കാലും മുഖവും കഴുകി കയ്യും കഴുകി വൃത്തിയായിട്ട് വന്നിരുന്നിട്ട് ഈ പ്രകൃതിയോട്, ദൈവമാണെങ്കിലും ഉണ്ട്, ഈ പ്രകൃതിയോട് പറയാം, താങ്ക്സ്, ഇന്നത്തെ ഒരു ദിവസം അല്ലലില്ലാതെ അലട്ടില്ലാതെ ഞാൻ ഒഴുകി ഇടവരെ എത്തി, താങ്ക്സ്. കിടന്നു. ശ്രദ്ധിക്കണം, ആ കിടത്തത്തിൽ ഉറക്കം കിട്ടണം. അങ്ങനെയുണ്ടെങ്കിൽ ഭാഗ്യം. ഉറക്കം സുന്ദരമായി കിട്ടിയാൽ ഭാഗ്യം. വാരത്തുള്ള തളിപ്പറമ്പ് താലൂക്ക് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. എപ്പോൾ ആ പ്രഭാഷണം കേൾക്കാൻ പറ്റും. ഞാൻ ഈ ഉറക്കനെ പറ്റി പറയുമ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷം, ഉറക്കം ബസ് കയറിയാൽ ഉറങ്ങും, കാർ എടുക്കൂല. കാരണം രാവിലെ TT കയറും, ഇവിടുന്ന് കണ്ണൂരിന്ന് 10 മണിയാകുമ്പോൾ താലൂക്ക് ഓഫീസിൽ എത്തണം തളിപ്പറമ്പ്. ഇയാൾ TT കയറിയാൽ പ്ലാത്തറ പോയി ഇറങ്ങും, കാരണം ഉറങ്ങിപ്പോവും. എന്നിട്ട് പ്ലാത്തറയിൽ നിന്ന് TT കയറും, തളിപ്പറമ്പിൽ ഇറങ്ങാൻ കണ്ണൂർ പോയി ഇറങ്ങും. കുറേ ദിവസമായിട്ട് ലീവാണ്. അവിടെ എത്തുമ്പോഴേക്ക് ദാസ്ദാർ ചീത്ത വിളിക്കുക, നിങ്ങളെവിടെ പോയി, ഉറങ്ങിപ്പോയി എന്ന് പറയാൻ കഴിഞ്ഞാൽ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ തളിപ്പറം പറഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് ഉറങ്ങി, അതല്ലേ നല്ലേ, എന്നാൽ ഒന്നും ചെയ്യണ്ടല്ല, വേദി മുറിക്കേണ്ട, ഒന്നും മുറിക്കണ്ട ഉറങ്ങി. അന്നേരം പറഞ്ഞു, ഇത് ഇവിടെ ഇറങ്ങാൻ കഴിയണ്ടേ. അയാൾക്കൊരു അനുഗ്രഹമാണ് ഇതെന്നറിയോ, ഉറക്കം. ഉറക്കമില്ലാതെ എത്ര ആൾ നിങ്ങൾ അത്ഭുതപ്പെടും കേട്ടോ. മംഗൽപാടി എന്ന് പറയുന്ന സ്ഥലത്ത് മലയാളികൾ അധികം താമസിക്കുന്ന ദേവീക്ഷേത്രത്തിൽ നവരാത്രി സമയത്ത് ഞാനൊരു പ്രഭാഷണത്തിന് പോയിട്ട് അത്യുഗ്രൻ ആളുകളായിരുന്നു. ആ പ്രഭാഷണം കഴിഞ്ഞ് ഉച്ചയ്ക്ക്, ഞായറാഴ്ചയായിരുന്നു, ഉച്ചയ്ക്ക് ശേഷം അവിടുത്തെ പ്രസിഡന്റ് എന്നോട് പറഞ്ഞു, ഇവിടുന്ന് ഭക്ഷണം കഴിക്കേണ്ട, നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കാം. അതെനിക്കൊരു സന്തോഷമായി. ഞാനും വിചാരിച്ചു ആയിക്കോട്ടെ എന്ന് വെച്ചാൽ, വീട് നോക്കുമ്പോൾ വലിയ വീടും കാര്യങ്ങളുമാണ്, ഭാര്യയും ഇയാളേ ഉള്ളൂ, 2 നായ്ക്കളും, എന്നും പറയണ്ട, എല്ലാം കൂടി ബഹളം തന്നെ. അപ്പോൾ ഭക്ഷണം കഴിച്ചതിൻ്റെ ഇടയിൽ എനിക്കിങ്ങനെ ഒരു സംശയം, ഒരു കുട്ടികൾ എവിടെയുണ്ട് എന്നെല്ലാം ചോദിക്കാൻ തോന്നി. പക്ഷേ എൻ്റെ മുഖം കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, സാറേ ഭക്ഷണം കഴിക്കില്ല, മുകളിലുള്ള മോൻ അവനെ കാണിക്കാൻ തോന്നി. അപ്പോൾ എനിക്ക് എന്തോ ഒരു ബന്ധി കിട്ടുന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ച് മുകളിൽ പോയി നോക്കുമ്പോൾ അതിസുന്ദരനായ, കഴിഞ്ഞ വർഷം 17 വയസ്സ്, ഇപ്പം 18 ആയിട്ടുണ്ടാവും, അങ്ങനെ ഒരു പയ്യൻ, നല്ല ഹിന്ദി സിനിമ നടന്ന പയ്യുണ്ട്. പക്ഷേ അവനുള്ള അപാകത എന്താണെന്ന് വെച്ചാൽ, നല്ല ആരോഗ്യം, ഒരു പ്രശ്നമില്ല, ഉറക്കില്ല എന്ന് പറഞ്ഞാൽ ഈ കണ്ണ് അടയില്ല. യു വിൽ ബി സർപ്രൈസ്ഡ്. ഞാനത് പിറ്റേ പ്രാവശ്യം ഇൻസ്റ്റഗ്രാമിൽ എഴുതിയിരുന്നു, കണ്ണ് അടയില്ല. ജർമ്മനിയിൽ വരെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തി, ഉറങ്ങുന്നുണ്ട്, ഇങ്ങനെ ഉറങ്ങും, പക്ഷെ കണ്ണടയുന്നില്ല. എല്ലാം ഉണ്ട്, ഈ 2 കണ്ണിങ്ങനെ അടക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ. മനസ്സിലായി?
നമ്മൾ ഇടയ്ക്ക് വെറുതെ ഇങ്ങനെ ആലോചിക്കണം, ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കണം. കണ്ണിങ്ങനെ അടക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ അവസ്ഥ? ഇത് മേലോട്ട് വലിച്ച് ശ്വാസം താഴോട്ട് കിട്ടിയില്ലെങ്കിലോ? അപ്പം ഈ അമ്പലത്തിൽ വിളിച്ചോളുക. ഇവിടെ വലിച്ചിങ് കിട്ടുന്നില്ലെങ്കിലോ? സിമ്പിളല്ലേ ഈ സൗഹൃദം എങ്ങനെ നിലനിൽക്കുന്നതെന്ന് എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? ആലോചിക്കണം ഇടക്കിടക്ക്. അപ്പോഴാണ് നമ്മൾക്കിതിൻ്റെ ഗ്രാഹ്യം ഉണ്ടാവുക. നമ്മളിത് ആലോചിക്കണം എപ്പോഴും. എന്തെന്ന് സംഭവം? ആകാശപ്പൊയ്കയിൽ അമ്പിളിയാമ്പലും ഭാസ്കര ചന്ദാരം നഷ്ടതാരോ, പൂവിന്നു സൗരഭ്യം തേനിന്നു മാധുര്യം പാലിന്നു ധാവള്യം ചേർത്തതാരോ. ആരാ പാലിന് വെളുപ്പ് കൊടുത്തത്? തേനിന് മധുരാരാ കൊടുത്തത്? പൂവിന് സുഗന്ധാരാ കൊടുത്തത്? ആകാശത്ത് സൂര്യൻ ഉദിക്കുമ്പോൾ താഴെ താമര വിരിയുന്ന എങ്ങനെയാ? ചന്ദ്രൻ ഉദിക്കുമ്പോൾ ആമ്പല് വിരിയുന്ന എങ്ങനെയാ? ആരാ ഇത് ചെയ്തത്? ആരാ? ഹരീഷ് കണാരൻ പറയുന്ന പോലെ ആരാ എന്ന് ചോദിക്കേണ്ടി വരും. ആരാ ഇത് ആരുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവില്ല. ഈ സീക്രസിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇടക്ക് എൻ്റെ ചെവി കേൾക്കുന്നു. നിങ്ങൾ ഏറ്റവും ഭയങ്കര സൗഹൃദം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ